അമേരിക്കയിലെ തൊഴിൽ വിസയായ H-1Bയെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം നിരന്തരം വിമർശിച്ചിരുന്നു. അമേരിക്കൻ പ്രൊഫഷണലുകളുടെ തൊഴിലില്ലായ്മയ്ക്ക് കാരണം H-1B വിസയാണെന്നാണ് അവർ വാദിച്ചത്. അമേരിക്കൻ കമ്പനികൾ ഈ വിസ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. ഇത് കാരണം നിയമപരമായ കുടിയേറ്റത്തിനുള്ള ഈ വഴിയെക്കുറിച്ച് പൊതുവെ ഉണ്ടായിരുന്ന ധാരണ മാറി. H-1B വിസയെ ഇപ്പോഴും വിമർശിക്കുമ്പോൾ അതിന് പകരമായി വന്ന ഒരു പുതിയ വിസയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. തൊഴിലധിഷ്ഠിത US വിസകൾക്ക് കാലതാമസവും റദ്ദാക്കലും നേരിടുന്ന സാഹചര്യത്തിൽ ഐൻസ്റ്റീൻ വിസ എന്നറിയപ്പെടുന്ന EB-1A വിസയിലേക്ക് ആളുകളുടെ ശ്രദ്ധ വർദ്ധിച്ചു. ഈ വിസയിലേക്ക് ആളുകൾ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നതോടെ തട്ടിപ്പ് അന്വേഷണങ്ങൾ വർദ്ധിക്കുമോ എന്ന ഭയം വീണ്ടും ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് കഴിഞ്ഞ 4 വർഷത്തിനിടെ EB-1A വിസയ്ക്കുള്ള അപേക്ഷകരുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. 2021 അവസാനത്തെ 3 മാസങ്ങളിൽ ഏകദേശം 2500 അപേക്ഷകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2025 ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇത് ഏകദേശം 7500 ഉയർന്നു. എന്നാൽ ഐൻസ്റ്റീൻ വിസയുടെ അംഗീകാര നിരക്ക് 2021 മുതൽ കുറഞ്ഞു വരികയാണ്. 2025 ഏപ്രിൽ ജൂൺ കാലയളവിൽ 67% അപേക്ഷകളാണ് അംഗീകരിച്ചത്. ഇമിഗ്രേഷൻ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം ലോഫുള്ളി പറയുന്നതനുസരിച്ച് സമീപ മാസങ്ങളിൽ EB-1A അംഗീകാര നിരക്ക് ഏകദേശം 50% കുറഞ്ഞിട്ടുണ്ട്. CBS ന്യൂസ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിലെ 2 മുൻ ഉദ്യോഗസ്ഥർ വർദ്ധിച്ചു വരുന്ന EB-1A അസാധാരണ കഴിവ് വിസ അപേക്ഷകളിൽ പലരും വ്യാജമായ രേഖകളോ വാങ്ങിയെടുത്ത തെളിവുകളോ ആണ് സമർപ്പിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം USCIS വിട്ട ഒരു ഉദ്യോഗസ്ഥൻ CBS ന്യൂസിനോട് പറഞ്ഞത്, പണമുള്ളവർക്ക് അവരുടെ തെളിവുകൾ വാങ്ങാനും വ്യാജമായി ഉണ്ടാക്കാനും വഴികൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. ഇത്തരം തട്ടിപ്പുകളും തെറ്റായ വിവരങ്ങളും നൽകുന്നതും വിസ നിഷേധിക്കാൻ ഇടയാക്കുമെന്ന് USCIS ഇപ്പോഴും പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് ഭാവിയിൽ US വിസയ്ക്ക് അപേക്ഷിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കാനും സാധ്യതയുണ്ട്. കാരണം അവർ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ യോഗ്യരല്ലാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടും. USCIS വക്താവ് മാത്യു ട്രാഗസർ CBS ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കുടിയേറ്റ ആനുകൂല്യങ്ങൾ തേടുന്ന എല്ലാവരെയും സൂക്ഷ്മമായി പരിശോധിക്കാനും സത്യസന്ധത ഉറപ്പുവരുത്താനും USCIS പ്രതിജ്ഞാബദ്ധമാണ്. വ്യാജ തെളിവുകൾ സമർപ്പിക്കുന്നവരോ സ്വയം തെറ്റായി ചിത്രീകരിക്കുന്നവരോ കണ്ടെത്തപ്പെടുകയും അവർക്ക് അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരികയും ചെയ്യും. മുൻ ഏജൻസി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് USCIS ഇതിനകം അംഗീകരിച്ച ചില EB-1A അപേക്ഷകളും വീണ്ടും പരിശോധിച്ചേക്കാം. തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് തെളിഞ്ഞാൽ വിസ റദ്ദാക്കാനും അധികൃതർക്ക് നടപടിയെടുക്കാനും സാധിക്കും. EB-1A എന്നത് തൊഴിലധിഷ്ഠിത EB-1 വിസയുടെ ഒരു ഉപവിഭാഗമാണ്. ഈ വിഭാഗങ്ങളിൽ അപേക്ഷകർക്ക് കാലതാമസം കുറവാണെങ്കിലും അപേക്ഷകർ USCIS നിർദ്ദേശിച്ച 10 മാനദണ്ഡങ്ങളിൽ കുറഞ്ഞത് 3 പാലിക്കണം. ഇതിൽ പുരസ്കാരങ്ങൾ നേടുക, ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അസോസിയേഷനിൽ അംഗമാകുക എന്നിവ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഫിനാൻസ് എക്സ്പ്രസ് USCIS ചില EB-1A അപേക്ഷകരെ, പ്രത്യേകിച്ച് ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യമിട്ട് നടപടിയെടുത്തതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ വംശജനായ US ഇമിഗ്രേഷൻ അഭിഭാഷകൻ രാഹുൽ റെഡ്ഡി ഉന്നയിച്ച ആരോപണങ്ങളും ഇതിൽ ഉദ്ധരിച്ചിരുന്നു. അസാധാരണ കഴിവ് വിസ അപേക്ഷകർ നിലവാരം കുറഞ്ഞ ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയും വ്യാജ ഉദ്ധരണികൾ ഉണ്ടാക്കുകയും സംശയകരമായ പുരസ്കാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി അദ്ദേഹം ആരോപിക്കുകയായിരുന്നു. ഇപ്പോൾ CBS ന്യൂസിൻ്റെ അന്വേഷണത്തിൽ ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ധാരാളം പോസ്റ്റുകളും പരസ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സംഭാവന നൽകാത്ത ലേഖനങ്ങളിൽ അവരുടെ പേരുകൾ ഉൾപ്പെടുത്താൻ പണം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്റുകളാണ് ഇവയിൽ പലതും. ഒരു വ്യാജ സംഭവത്തിൽ CBS ന്യൂസ് ഒരു ഫേസ്ബുക്ക് പേജിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പേജ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അഭിഷേക് ബക്കറയെ 2025 മെയ് മാസത്തിൽ സമീപിച്ചിരുന്നു. $500 നൽകിയാൽ കമ്പ്യൂട്ടർ സയൻസ് ഗവേഷണ പ്രബന്ധത്തിൽ 4ാമത്തെ രചയിതാവായി അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ബക്കറെ CBS ന്യൂസിനോട് പറഞ്ഞത് തട്ടിപ്പിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് താൻ പണം നൽകാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞത് എന്നാണ്. ബക്കറയും വിൽപ്പനക്കാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ വിൽപ്പനക്കാരൻ പറഞ്ഞത് തനിക്ക് 55 ക്ലയൻറ്റുകളുണ്ടെന്നും അവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണെന്നും അവർ കൂടുതലും EB-1A അല്ലെങ്കിൽ മറ്റ് തൊഴിലധിഷ്ഠിത വിസകൾക്ക് ശ്രമിക്കുന്നവരാണെന്നുമാണ്. 2025 അവസാനത്തോടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം H-1B വിസ പരിഷ്കരണങ്ങൾ ശക്തമാക്കി. തീവ്ര വലതുപക്ഷക്കാരും MAGA അനുയായികളും H-1B ദുരുപയോഗം എന്ന് വിളിക്കുന്നതിനെ നടപടിയെടുക്കാൻ നിരവധി നയമാറ്റങ്ങൾ കൊണ്ടുവന്നു. സെപ്റ്റംബറിൽ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബറിൻ്റെ പ്രൊജക്റ്റ് ഫയർവാൾ അമേരിക്കൻ തൊഴിലാളികളുടെ ചെലവിൽ H-1B വിസകൾ ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് കമ്പനികളെ പിന്തിരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ നടപടിയായിരുന്നു. ലളിതമായി പറഞ്ഞാൽ, അമേരിക്കയിൽ തൊഴിലവസരങ്ങൾക്കായി വിദേശ പ്രതിഭകളെ ആകർഷിക്കുന്ന പ്രത്യേക തൊഴിൽ വിഭാഗത്തിലുള്ള ഈ നോൺ ഇമിഗ്രൻ്റ് വിസയെ ട്രംപ് ഭരണകൂടം ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഏറ്റവും വലിയ ഉറവിടമായിരുന്ന H-1B വിസ അപേക്ഷകർക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഡിസംബറിലാണ് ലഭിച്ചത്. കഴിഞ്ഞ മാസം ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് H-1B വർക്ക് വിസ നൽകുന്നതിനുള്ള നടപടികൾ ഔദ്യോഗികമായി മാറ്റി.
ലോട്ടറി സംവിധാനം ഒഴിവാക്കി. അവരുടെ വേതനം അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഉയർന്ന വൈദഗ്ധ്യമുള്ളതും ഉയർന്ന വേതനമാർന്നതുമായ വിദേശികൾക്ക് മുൻഗണന നൽകി അമേരിക്കൻ തൊഴിലാളികളുടെ വേതനം, തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ട്രംപ് സർക്കാർ ആഗ്രഹിച്ചു. ചുരുക്കത്തിൽ H-1B വിസ പ്രോഗ്രാമിനെതിരെയുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന പരാതി അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുന്നതിന് പകരം കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന US കമ്പനികൾ ഇത് ചൂഷണം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്നതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.